തൃഷ കൃഷ്ണൻ പ്രധാനമായും തമിഴ്, തെലുങ്ക് സിനിമകളിൽ പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ നടിയാണ് തൃഷ കൃഷ്ണൻ. 1999 മിസ് ചെന്നൈ മത്സരത്തിൻ്റെ വിജയത്തിന് ശേഷം അത് സിനിമയിലേക്കുള്ള പ്രവേശനം അടയാളപ്പെടുത്തി. തൃഷ കൃഷ്ണന് ദക്ഷിണേന്ത്യയിലെ രാജ്ഞി എന്ന പേരിലും അറിയപ്പെടുന്നു. 5 ഫിലിം ഫെയർ അവാർഡ് സൗത്ത്, ഒരു തമിഴ്നാട് സ്റ്റേറ്റ് ഫിലിം അവാർഡ്, ഒരു നന്ദി അവാർഡ്, 8 സീമ അവാർഡുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ തൃഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. 1999 പുറത്തിറങ്ങിയ തമിഴ് റൊമാൻറ്റിക് നാടകമായ ജോഡി എന്ന ചിത്രത്തിലെ ഒരു ചെറിയ സഹകഥാപാത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച ശേഷം തൃഷ തൻ്റെ ആദ്യ പ്രധാന വേഷം ചെയ്തത് 2002 പുറത്തിറങ്ങിയ മൗനം പേശിയത് എന്ന ചിത്രത്തിലൂടെയാണ്. വാണിജ്യപരമായി വിജയിച്ച സ്വാമി 2003, കില്ല് 2004, 6 2005 എന്നീ തമിഴ് സിനിമകളിലും സ്ഥാനൻ്റെ എനോട്ട ഡാന 2005, അതാടു 2005, ആടവരി മാടനക്കു ആർദലു പേരോടെ 2007 എന്നീ സിനിമകളിലും അഭിനയിച്ച് അവർ പ്രശസ്തിയിലേക്ക് ഉയർന്നു. തെലുങ്ക് സിനിമയിൽ മികച്ചതിനുള്ള 3 ഫിലിം ഫെയർ അവാർഡുകൾ തൃഷ കൃഷ്ണൻ നേടി. 2010 പുറത്തിറങ്ങിയ കെട്ടാമീത്ത എന്ന ചിത്രത്തിലൂടെയാണ് ഹിന്ദി സിനിമയിൽ അരങ്ങേറ്റം കുറിച്ചത്. അഭിയും ഞാനും 2008, റൊമാൻറ്റിക് നാടകമായ വിനയ് താണ്ടി വരുവായ 2010, പൊളിറ്റിക്കൽ ത്രില്ലർ കോടി 2016, റൊമാൻറ്റിക് നാടകമായ 96 2018, ചരിത്ര നാടകങ്ങളായ പൊന്നിയിൻ സെൽവൻ ഐ 2022, പൊന്നിയിൻ സെൽവൻ രണ്ടാം ഭാഗം 2023 എന്നിവ നിർണായകമായ പ്രശംസ നേടി. കോടിയിലെയും 96ലെയും പ്രകടനത്തിന് ഫിലിം ഫെയർ അവാർഡ് സൗത്ത്, ഫിലിം ഫെയർ നിരൂപകരുടെ മികച്ച നടി തമിഴ്, മികച്ച നടി തമിഴ് എന്നിവ നേടി. 2023 പുറത്തിറങ്ങിയ ലിയോ എന്ന ആക്ഷൻ ചിത്രമാണ് തൃഷയുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ റിലീസ്. ആദ്യകാല ജീവിതം കൃഷ്ണൻ അയ്യർക്കും ഉമ അയ്യർക്കും മദ്രാസിൽ തമിഴ്നാട്ടിലെ തമിഴ് പാലക്കാടൻ അയ്യർ കുടുംബത്തിൽ തൃഷ കൃഷ്ണൻ ജനിച്ചത്. ചെന്നൈയിലെ ചർച്ച് പാർക്കിലെ സേക്രഡ് ആർട്ട് മെട്രിക്കുലേഷൻ സ്കൂളിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. പിന്നീട് ചെന്നൈയിലെ എതിരാജ് കോളേജ് ഫോർ വുമണിൽ നിന്ന് ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ BBA കോഴ്സിന് ചേർന്നു. മോഡലിങ്ങിന് ചുവടുവെച്ച തൃഷ നിരവധി പ്രിന്റ്, ടെലിവിഷൻ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. 1999 മിസ് സേലം സൗന്ദര്യ മത്സരത്തിലും അതേ വർഷം തന്നെ മിസ് ചെന്നൈ മത്സരത്തിലും തൃഷ വിജയിച്ചു. 2001 മിസ് ഇന്ത്യ മത്സരത്തിൻ്റെ ബ്യൂട്ടിഫുൾ സ്മൈൽ അവാർഡും തൃഷ നേടിയിരുന്നു. തൃഷ ആദ്യം ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ആകാൻ ആഗ്രഹിച്ചിരുന്നു. ആദ്യം പഠനം പൂർത്തിയാക്കാൻ ആഗ്രഹിച്ചതിനാൽ അഭിനയത്തിലേക്ക് പോകാനുള്ള ചിന്തയെ എതിർത്തു. 2000 ഫൽഗുനി പാദത്തിൻ്റെ മ്യൂസിക് വീഡിയോ മേരി ചുനാർ, ഉദ് ജയിൽ ആയിഷ ടാക്കിയയുടെ സുഹൃത്തായി
തൃഷ പ്രത്യക്ഷപ്പെട്ടു. പിന്നീട് ഇന്ത്യൻ ചലച്ചിത്ര സംവിധായകൻ പ്രിയദർശൻ 2003 ലേശാലേശ എന്ന തമിഴ് ചിത്രത്തിലെ അഭിനയ വേഷത്തിനായി തൃഷയെ സമീപിച്ചു. ഇത് ഒരു നടിയെന്ന നിലയിൽ തൃഷയുടെ പ്രൊഫഷണൽ കരിയറിന് തുടക്കം കുറിച്ചു. കോളേജിൽ പഠിക്കുമ്പോൾ തൃഷ ഒരു കർശനമായ ഷൂട്ടിംഗ് ഷെഡ്യൂൾ പിന്തുടർന്നു. അത് തൃഷയുടെ വിദ്യാഭ്യാസം തുടരുന്നത് ബുദ്ധിമുട്ടാക്കി. വേനൽക്കാല ക്ലാസുകളിൽ പങ്കെടുത്ത് തൃഷ ഇതിന് നഷ്ടപരിഹാരം നൽകി.